മുണ്ടക്കയിലും ചൂരൽമലയിലും തിരിച്ചറിയപ്പെടാനാകാത്ത വിധം ഉരുളെടുത്ത ജീവനുകൾക്ക് ഒരുമിച്ച് അന്ത്യവിശ്രമമൊരുക്കുകയാണ് മേൽപ്പാടിയിൽ. ഹാരിസൺ മലയാളം പ്ലാന്റേഷനിൽ കണ്ടെത്തിയ സ്ഥലത്ത് 9 മൃതദേഹങ്ങൾ അല്പസമയത്തിനകം സംസ്കരിക്കും. സർവമത പ്രാർത്ഥനയ്ക്ക് ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. സജോ ദേവസ്യാണ് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നത്. സജോ, മൃതദേഹവുമായി ആംബുലൻസ് മേപ്പാടിയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. എപ്പോഴായിരിക്കും ഇവിടെ എത്തിച്ചേരുക? എത്ര സമയമെടുക്കും? ഒപ്പം തന്നെ സർവമത പ്രാർത്ഥനയോടെയാണല്ലോ സംസ്കാര ചടങ്ങുകൾ. വിവരങ്ങൾ. പ്രവിധ 15 കിലോമീറ്റർ ദൂരമാണ് യഥാർത്ഥത്തിലുള്ളത്. കുറച്ചധികം ദൂരം ഇതിനകം പിന്നിട്ടിട്ടുണ്ട്. വൈകാതെ തന്നെ പുത്തുമലയിലേക്ക് എത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ മൃതദേഹങ്ങൾ എത്തിച്ചു കഴിഞ്ഞാൽ ആദ്യം സർവമത പ്രാർത്ഥനയാണ്. ഇവിടെ മേപ്പാടി മഹലിലെ ഖത്തീബ് ഉണ്ട്. ഒപ്പം മേപ്പാടി തന്നെ മാരിയമ്മൻ കോവിലിലെ കർമ്മി, ഒപ്പം ചൂരമല പള്ളിയിലെ പള്ളി വികാരി എന്നിങ്ങനെ വിവിധങ്ങളായ മതവിഭാഗങ്ങളുടെ പുരോഹിതന്മാർ ഇവിടെയുണ്ട്. സർവമത പ്രാർത്ഥനയാണ്. ഓരോ വിഭാഗങ്ങൾക്കും പ്രാർത്ഥനയ്ക്കുള്ള അവസരം ആദ്യം നൽകും. അത് പൂർത്തീകരിച്ചതിന് ശേഷം മൃതദേഹങ്ങൾ, ഇത് പ്രത്യേക വാളണ്ടിയർമാരാണ്, PPE കിറ്റ് ധരിച്ച പ്രത്യേക വാളണ്ടിയർമാരെ അതിനുവേണ്ടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്ന കുഴിമാടങ്ങളിലേക്ക് എടുക്കും. അവിടെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ. ഹാരിസൺ മലയാളത്തിൽ നിന്ന് ഏറ്റെടുത്ത 64 സെന്റ് ഭൂമിയാണ്, അവിടെയാണ് കുഴിമാടങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. നമുക്ക് കേരളത്തിന് മുൻ അനുഭവങ്ങളില്ലാത്ത, സമാനതകളില്ലാത്തൊരു വൈകാരിക മുഹൂർത്തമാണ്. കാരണം തിരിച്ചറിയപ്പെടുക എന്നതൊരു നീതിയാണ്. ആ നീതി ദുരന്തം ആ മനുഷ്യർക്ക് നിഷേധിച്ചിട്ടുണ്ട്. ആ സഹോദരങ്ങളെ ഏറ്റവും ആദരപൂർവ്വം അവർക്ക് വിട നൽകുക എന്ന ചടങ്ങാണ്. അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി ഇങ്ങോട്ടേക്ക് എത്തിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. ഈ പുത്തുമല എന്നതുകൂടി ഒരു സങ്കട ഓർമ്മയാണ്. അതായത് ഉരുളുപൊട്ടി ഒരുപാട് മനുഷ്യർ ഒഴുകിയും പിന്നീട് ഒഴിഞ്ഞുമൊക്കെ പോയൊരു സ്ഥലമാണ്. അങ്ങനെ ഒരു സ്ഥലത്തിൽ ആണ് ഈ മനുഷ്യർക്ക് കൂടി അന്ത്യവിശ്രമം അല്ലെങ്കിൽ നിത്യവിശ്രമത്തിന് അവസരം ഒരുക്കുന്നത് എന്നതാണ്. ഇതൊരു സങ്കടത്തിന് മുകളിൽ മറ്റൊരു സങ്കട ഓർമ്മയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഇന്നു മുതൽ സൃഷ്ടിക്കപ്പെടുന്നത്. പക്ഷേ ഏറ്റവും ആദരപൂർവ്വം അവർക്ക് വിട നൽകുക എന്നത് നമ്മുടെ നീതിയാണ്. വിവിധ സന്നദ്ധ പ്രവർത്തകർ, നാട്ടുകാർ, മന്ത്രിമാരുടെ സംഘം, ഉദ്യോഗസ്ഥരുടെ സംഘമൊക്കെ ഇവിടെ തന്നെയുണ്ട്. ഒപ്പം പുരോഹിതർ, അവരൊക്കെ നേരത്തെ തന്നെ ഇവിടെ സന്നിഹിതരാണ്. ആ പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ പൂർത്തീകരിക്കാൻ മണിക്കൂറുകൾ യഥാർത്ഥത്തിൽ അവരെല്ലാം ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ഇതുകൂടാതെ ഈ തിരിച്ചറിയപ്പെടാതെ പോയ ആളുകളാണ്. അപ്പോൾ തങ്ങളുടെ ബന്ധുക്കളാകുമോ എന്ന് സംശയിക്കുന്ന അനേകം മനുഷ്യർ യഥാർത്ഥത്തിൽ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അവരൊക്കെ ഒരു പ്രാർത്ഥന കൊണ്ട്, ഒരു സാന്നിധ്യം കൊണ്ട്, ഒരു അന്തിമോപചാരം കൊണ്ട് ഈ മനുഷ്യർക്ക് വിട നൽകുക എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. നേരത്തെ തന്നെ സർവകക്ഷി യോഗത്തിലും ഒപ്പം ജനപ്രതിനിധികളും നാട്ടുകാരും ഒക്കെ ഉന്നയിച്ചത് അവർ കൃത്യമായി തന്നെ അന്തിമോപചാരം അർപ്പിക്കാനും അതിനുള്ള ഒരു അവസരം നൽകുക, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയ്ക്കെങ്കിലും ഒരു അവസരം ഒരുക്കുക. കാരണം മൃതദേഹങ്ങളൊക്കെ ഡീകമ്പോസ് പൊസിഷനിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലെവലിലാണ് കിട്ടുന്നത്. അപ്പോൾ സാധ്യമായ പരിമിതികൾക്കകത്തു നിന്നുകൊണ്ടുള്ള കാര്യമാണ്. സാങ്കേതിക നടപടിക്രമങ്ങളൊക്കെ പോരായ്മകളില്ലാതെ പൂർത്തീകരിക്കേണ്ടതുകൊണ്ടാണ് സമയം പോയത്. പക്ഷേ പരാതികളില്ലാതെ ഈ മനുഷ്യരെല്ലാവരും കാത്തു നിൽക്കുന്നത് ഏറ്റവും ആദരപൂർവ്വം അവർക്ക് വിട നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. ഒപ്പം ഇനിയും ഇക്കാര്യത്തിൽ സംസ്കരിച്ചാൽ പോലും പിന്നീട് തിരിച്ചറിയപ്പെടാൻ കഴിയും. അതുകൊണ്ട് അതെല്ലാം കൃത്യമായ ഒരു DNA സാമ്പിൾ ലൈബ്രറി സൂക്ഷിക്കുക. അത് കൃത്യമായും ഓരോ കുഴിമാടങ്ങൾക്കും നമ്പർ നൽകുക. DNA സാമ്പിളുകളുടെ നമ്പറും അതിൽ രേഖപ്പെടുത്തുക. അത് കൃത്യമായ ഒരു ഡാറ്റാബേസായി സൂക്ഷിക്കുക. പിന്നീട് മാച്ച് ചെയ്ത് തിരിച്ചറിയപ്പെട്ടാൽ ആ ആളുകൾക്ക് ഇവിടെയാണ് സംസ്കരിച്ചിരിക്കുന്നതെന്ന് അവരുടെ ബന്ധുക്കൾക്ക് തിരിച്ചറിയാൻ കഴിയും. അവർക്ക് ഇവിടെ വീണ്ടും വന്ന് അവരുടെ പ്രാർത്ഥനകളുണ്ടെങ്കിൽ അങ്ങനെ അതിനൊക്കെയുള്ള അവസരങ്ങൾ ലഭ്യമാകും. അതുകൊണ്ട് അതെല്ലാം പൂർത്തീകരിച്ചൊപ്പം എല്ലാ തരത്തിലുള്ള NOCകളൊപ്പം ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ കഴിയും. ഒരുപക്ഷെ ഇവരെല്ലാവരും പരസ്പരം അറിയുന്നവരായിരിക്കും. ഇതിൽ തന്നെ കൃത്യമായ കണക്കെന്നത് യഥാർത്ഥത്തിൽ ഇപ്പോഴും ഇല്ല. അത് വളരെ സങ്കീർണമായ പ്രോസസ്സാണ്. ഇതര സംസ്ഥാന തൊഴിലാളികളടക്കമുണ്ട്. ആ മേഖലയിൽ തന്നെ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ കഴിഞ്ഞിരുന്നവരാണ്. അങ്ങനെ ദുരന്തം കൊണ്ടുപോയ മനുഷ്യർക്ക് 8 മനുഷ്യർക്ക് ഒരുമിച്ച് വിട നൽകുകയാണ് ഈ നാട്, നമ്മുടെ നാടൊന്നാകെ. കാരണം കൂട്ടമായി കുഴിമാടങ്ങൾ തീർത്തുള്ള സംസ്കാരം എന്നത് എത്രത്തോളം വേദനാജനകമായ, എത്രത്തോളം വൈകാരികമായ ഒരു മുഹൂർത്തമാണ് എന്നെടുത്തു പറയേണ്ടതില്ല. ഈ ദുരന്തത്തിന്റെ ഞെട്ടലിൽ നിന്ന്, നടുക്കത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്, ഈ നാട്ടിലെ മനുഷ്യർ, ഈ ദുരന്തം അറിഞ്ഞ മനുഷ്യരൊക്കെ യഥാർത്ഥത്തിൽ അത് അനുഭവിച്ചവർ ഇനിയും അതിജീവിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ യഥാർത്ഥത്തിൽ, അല്ലെങ്കിൽ അതിലേക്ക് കടക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു വൈകാരികമായ മുഹൂർത്തമുണ്ട്. ആ ഒരു സന്ദർഭത്തിൽ കൂടിയാണ് കൂടുതൽ നമ്മെ വേദനിപ്പിക്കുകയും വൈകാരികമായ മുഹൂർത്തമായി മാറുന്നത്. ഓരോ മതവിഭാഗങ്ങൾക്കും, അതായത് നേരത്തെ തന്നെ വിവിധ സാമൂഹിക വിഭാഗങ്ങൾ മുന്നോട്ട് വെച്ച ആവശ്യമായിരുന്നു. ഏതെങ്കിലും നിലയ്ക്ക് അവർ ആഗ്രഹിച്ചിരുന്നവർ, അവരുടെ കുടുംബാംഗങ്ങൾ ആഗ്രഹിക്കുന്ന, പല കുടുംബങ്ങളിൽ നിന്നും യഥാർത്ഥത്തിൽ ആളുകൾ പോലും അവശേഷിക്കുന്നില്ല. അത്രയും ഭീതിതമായ, അത്രയും വ്യാപ്തിയുള്ള ഒരു ദുരന്തമാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. പക്ഷേ ഏതെങ്കിലും ഒരു മനുഷ്യർക്ക് അവർ ആഗ്രഹിച്ചിരുന്ന, ജീവിച്ചിരുന്നപ്പോൾ ആഗ്രഹിച്ചിരുന്ന നീതി മരണത്തിലും നിഷേധിക്കാൻ പാടില്ല എന്ന കാര്യമുണ്ട്. അത് ഉറപ്പാക്കും എന്ന് നേരത്തെ തന്നെ എല്ലാവരും വ്യക്തമാക്കിയിരുന്നതാണ്. എല്ലാവരും
ഇതിനെല്ലാം സാക്ഷ്യം വഹിക്കും, അവർ നേതൃത്വം നൽകും. ഒപ്പം വിവിധ മതവിഭാഗം നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള പ്രതിനിധികൾ ഇവിടെയുണ്ട്. അപ്പോൾ പൂർത്തീകരിക്കും. നേരെ ഇവിടെ ഒരു പ്രത്യേക ഷെഡ് തയ്യാറാക്കിയിട്ടുണ്ട്, ഒരു പ്ലാറ്റ്ഫോം തയ്യാറാക്കിയിട്ടുണ്ട്. അങ്ങോട്ടേക്കായിരിക്കും മൃതദേഹങ്ങളെല്ലാം ആദ്യം എത്തിക്കുക. അതിവിടെയൊക്കെ തയ്യാറാക്കിയിട്ടുള്ള പീഠങ്ങളിൽ എത്തിച്ചതിന് ശേഷമായിരിക്കും ഓരോ സമയം അനുവദിച്ച് നൽകിയിട്ടുണ്ട്. ആ പ്രാർത്ഥനകൾ പൂർത്തീകരിക്കും. അതിനുശേഷമായിരിക്കും തൊട്ട് താഴെ തന്നെയാണ് കുഴിമാടങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്, അങ്ങോട്ടേക്ക് എടുക്കും, സംസ്കാരം പൂർത്തീകരിക്കും. ഒപ്പം മറ്റ് തിരിച്ചറിയപ്പെടാതെ ഉള്ള ശരീരഭാഗങ്ങളൊക്കെ കണ്ടെടുത്തിരുന്നു. അവയുടെ കാര്യത്തിലും നേരത്തെ മന്ത്രിയൊക്കെ വ്യക്തമാക്കിയത് സമാനമായ രീതിയിൽ തന്നെ സംസ്കാരത്തിനുള്ള ക്രമീകരണങ്ങൾ വരും ദിവസങ്ങളിലും തുടരും. അവിടെ 64 സെന്റ് സ്ഥലവും നിലവിൽ തന്നെ 39 കുഴിമാടങ്ങളും എടുത്തിട്ടുണ്ട്. മറ്റ് ക്രമീകരണങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനനുസരിച്ച് ആ കാര്യങ്ങളും ഏറ്റവും ആദരപൂർവ്വം ചെയ്യും. സന്നദ്ധ പ്രവർത്തകരൊക്കെ ഭിന്നാഭിപ്രായ ഭേദങ്ങളില്ലാതെ ഈ കാര്യത്തിന് വേണ്ടി ഒന്നിച്ചു നിൽക്കുകയാണ് നാടൊന്നാകെ. കാരണം ഈ ദുരന്തത്തെ ഒന്നു ചേർന്ന് നിന്ന് ഇനി അതിജീവിക്കുക, ദുരന്തത്തിന് ഇരയായി ഇവർക്ക് മരിച്ചുപോയവർക്ക് കഴിയാവുന്ന നീതി ലഭ്യമാവുക, അപ്പോഴും ഉറ്റവരെ തേടുന്ന മനുഷ്യരുടെ ഉള്ളുപടയുന്ന മനുഷ്യരെയൊക്കെ വീണ്ടും വീണ്ടും കാണേണ്ടി വരുന്നു. അവരോടൊക്കെ സംസാരിക്കുന്നു. ഇന്നൊരു ബീഹാർ സ്വദേശിയോട് സംസാരിച്ചു. അദ്ദേഹത്തിന്റെ സഹോദരനെ തേടി വന്നതാണ്, ഇവിടെ തൊഴിലാളിയായിരുന്നു. അങ്ങനെയുള്ള അനേകം മനുഷ്യർ ഇപ്പോഴും കാണാമറയത്തുണ്ട്, അല്ലെങ്കിൽ കണ്ടുകിട്ടാതെയുണ്ട്. കണ്ടുകിട്ടിയവർ തിരിച്ചറിയപ്പെടാതെ പോകുന്ന അവസ്ഥയുണ്ട്. അങ്ങനെ അത്യന്തം വേദനാജനകമായ വൈകാരികമായ ഒരു സന്ദർഭമാണ്. പക്ഷേ ഇതിനെയൊക്കെ നമുക്ക് മറികടന്നേ പറ്റൂ. അവർക്ക് ഏറ്റവും ആദരപൂർവ്വമുള്ള അന്ത്യവിശ്രമത്തിനുള്ള അവസരം ഒരുക്കിയേ പറ്റൂ. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും യഥാർത്ഥത്തിൽ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഈ സാങ്കേതിക നടപടിക്രമങ്ങൾ, അത്തരം പ്രശ്നങ്ങളൊക്കെ മറികടക്കേണ്ടതുണ്ട്. പിന്നീട് ഒരു പ്രയാസം അക്കാര്യത്തിൽ ഉണ്ടാവരുത് എന്നുള്ളതുകൊണ്ട് അതെല്ലാം പൂർത്തീകരിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് കുറച്ച് സമയം വൈകി എന്നതൊരു വസ്തുതയാണ്. പക്ഷേ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി തന്നെ നടത്താൻ ആവശ്യമായ സംവിധാനങ്ങൾ ഇവിടെ നേരത്തെ തന്നെ എല്ലാവരും ചേർന്ന്, അതായത് സന്നദ്ധ പ്രവർത്തകർ മുതൽ സർക്കാർ സംവിധാനങ്ങൾ വരെ, തദ്ദേശ സ്ഥാപനത്തിനാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ചുമതല. ഈ സ്ഥലം തന്നെ നേരത്തെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. ഒടുവിൽ ഈ സ്ഥലം തന്നെ തിരഞ്ഞെടുക്കാം എന്ന് തീരുമാനിക്കുകയും ഹാരിസൺ ഭൂമി വിട്ടുകൊടുക്കുകയും സർക്കാർ ഏറ്റെടുക്കുകയും നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയുമാണ് ചെയ്തത്. ഇനിയിപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തുക എന്ന ഒരു സമയക്രമം മാത്രമാണ് യഥാർത്ഥത്തിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു താമസം മാത്രമാണ് അവശേഷിക്കുന്നത്. എത്തിയാൽ ഉടൻ തന്നെ വളരെ വേഗത്തിൽ തന്നെ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കാനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയാണ്. അനവധി മനുഷ്യർ, അവരിൽ പ്രിയപ്പെട്ടവരുണ്ടാകുമെന്ന് കരുതി കാത്തിരിക്കുന്ന മനുഷ്യർ മുതൽ ഈ കാണുന്ന അനേകം മനുഷ്യർ, നാട്ടുകാർ, സന്നദ്ധ പ്രവർത്തകർ, ഉദ്യോഗസ്ഥർ, മന്ത്രിമാരുടെ സംഘം, അവരെല്ലാം കാത്തുനിൽക്കുന്നു. കുറേയധികം മനുഷ്യർ ഒരുപാട് മണിക്കൂറുകളായി കാത്തുനിൽക്കുന്നത് ഇത് ഏറ്റവും ആദരപൂർവ്വം തന്നെ, ഏറ്റവും കൃത്യമായി തന്നെ ഈ സംസ്കാര ചടങ്ങുകൾ നടത്തുക അതിനിപ്പോൾ ചെയ്യാനുള്ളൊരു നീതിയാണ്. അത് നമ്മൾ ഉറപ്പാക്കേണ്ട ഒരു നീതിയാണ്. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു. അല്പസമയം കൂടി മാത്രമേ യഥാർത്ഥത്തിൽ എടുക്കുകയുള്ളൂ എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമായ വിവരം. ഒരു 15 കിലോമീറ്റർ ഉണ്ട് മേപ്പാടി CHSൽ നിന്ന്. കുറച്ച് ദൂരം ഇതിനകം പിന്നിട്ടിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് എത്തുക എന്നത്, ഈ പാതയിലേക്ക് വരിക എന്നുള്ളത്, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ സംസ്കാര ചടങ്ങുകളിലേക്ക് വളരെ വേഗത്തിൽ തന്നെ കടക്കും. അത് വേഗത്തിൽ തന്നെ പൂർത്തീകരിക്കാൻ, ഒപ്പം അത് ഏറ്റവും കൃത്യമായും ആദരപൂർവ്വം പൂർത്തീകരിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും പരിപൂർണ്ണ സജ്ജമാണ്. പ്രവിത. സജോ ദേവസിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഏറ്റവും സങ്കടകരമായ കാഴ്ചയിലൂടെയാണ് നാം കടന്നുപോകുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങളിൽ 8 മൃതദേഹങ്ങളാണ് നിലവിൽ സംസ്കാരത്തിനായി CHCയിൽ നിന്ന് മേപ്പാടിയിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ സർവമത പ്രാർത്ഥനയ്ക്ക് ശേഷമാകും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇതിനായി അവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. മാത്രമല്ല, തങ്ങളുടെ ഉറ്റവർ എവിടെയാണെന്ന് അറിയാത്തവരും ഇവിടേക്ക് എത്തുന്നുണ്ട്. അവർക്ക് അന്ത്യയാത്ര നൽകാനായി. കാരണം മൃതദേഹങ്ങൾ തിരിച്ചറിയപ്പെടാത്ത സാഹചര്യത്തിൽ, ആരാണെന്നോ എന്താണെന്നോ അറിയാത്ത സാഹചര്യത്തിൽ തങ്ങളുടെ ഉറ്റവരും അതോടൊപ്പം ഉണ്ടോ എന്നറിയാനാണ് നിരവധി പേർ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. എല്ലാ തരത്തിലും കഴിയുന്നത്ര സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് സർക്കാർ ഈ ഒരു കർമ്മത്തിലേക്ക് കടന്നിരിക്കുന്നത്. സജോ ദേവസ്യ ഒരിക്കൽ കൂടി ചേരുകയാണ്. സജോ, ഇതിലിപ്പോൾ DNA സാമ്പിളുകൾ ശേഖരിക്കുന്നത് വളരെ പ്രധാനമാണ്. മാത്രമല്ല, ഓരോ മൃതദേഹത്തിനും ഓരോ നമ്പർ ഉണ്ടാകും. ഒപ്പം തന്നെ പിന്നീട് ആരെങ്കിലും അന്വേഷിച്ചെത്തിയാൽ അവർക്ക് തിരിച്ചറിയാവുന്ന തരത്തിലായിരിക്കും ഓരോ മൃതദേഹവും സംസ്കരിക്കുക എന്നതാണ് മനസ്സിലാക്കുന്നത്. അത്രത്തോളം ഡേറ്റാബേസ് ഈ ഒരു കാര്യത്തിന് ഒരുക്കുന്നുണ്ടെന്നും അറിയുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഡേറ്റാബേസ് ഒരുക്കുന്നത്? ഡേറ്റാബേസ് ഉറപ്പാക്കണമെന്ന് നേരത്തെ വിവിധ കോണുകളിൽ നിന്ന് ആവശ്യം ഉയർന്നിരുന്നു. സർവകക്ഷി യോഗത്തിൽ സമാന ആവശ്യം ഉയർന്നിരുന്നു. വിവിധ വിഭാഗങ്ങൾ, സാമൂഹിക സംഘടനകൾ, അങ്ങനെ ആളുകൾ, വിദഗ്ധരൊക്കെ അക്കാര്യത്തിൽ അഭിപ്രായങ്ങൾ പങ്കുവച്ചിരുന്നു. അത് നടപ്പാക്കും എന്ന ഉറപ്പാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സർക്കാർ നൽകിയിരിക്കുന്നത്. അതനുസരിച്ചിട്ടുള്ള ക്രമീകരണങ്ങൾ ഇതിനോടൊപ്പം സമാന്തരമായി പുരോഗമിക്കുന്നുണ്ട് എന്നവർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ ഓരോ കുഴിമാടങ്ങൾക്കും ഒരു തിരിച്ചറിയൽ നമ്പർ നൽകുക, ഒരു നമ്പർ നൽകുക എന്നതാണ്. ആ കുഴിമാടങ്ങളിൽ തന്നെ DNA നമ്പറുകൾ പ്രദർശിപ്പിക്കുക, അല്ലെങ്കിൽ ആ നമ്പറിനോടൊപ്പം അത് ഒരു ഡാറ്റാബേസ്
ഡാറ്റാബേസായി തന്നെ സൂക്ഷിക്കുക. അവിടെ തന്നെയും ആ നമ്പറുകൾ പ്രദർശിപ്പിക്കുക. ഒപ്പം ഈ മൃതദേഹങ്ങൾക്കൊപ്പം ചിലപ്പോൾ മോതിരം ഉൾപ്പെടെയുള്ള ചില ആഭരണങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ ആരും എത്താത്ത പോയവർക്കൊക്കെ ചിലപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ തന്നെയുള്ളവരിൽ ഒരു വീട്ടിലെ മുഴുവൻ ആളുകളും അല്ലെങ്കിൽ ബന്ധുക്കളായോ ഒരുമിച്ചുണ്ടായിരുന്നവരൊക്കെ ഈ അപകടത്തിൽപ്പെട്ട കാര്യം നമുക്കറിയാം. അങ്ങനെയെങ്കിൽ പിന്നീട് ആരെങ്കിലും എത്തുകയാണെങ്കിൽ അവർക്ക് ഈ ആഭരണത്തിൻ്റെ ചിത്രം അതൊരു ഡാറ്റാബേസായി സൂക്ഷിച്ചാൽ അത് കണ്ട് തിരിച്ചറിയാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ അവർക്ക് ആ കുഴിമാടം ഏതാണ് എന്ന് മനസ്സിലാക്കിയാൽ അവിടെ തങ്ങളുടെ പ്രിയപ്പെട്ടവരാണെന്ന് തിരിച്ചറിയാൻ കഴിയും. അങ്ങനെ ഈ DNA സാമ്പിളുകളുടെ ഒരു പ്രൊഫൈൽ ലൈബ്രറി എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഒരു നിർദ്ദേശമുള്ളത്. അതങ്ങനെ തയ്യാറാക്കുമെന്ന ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. ഈ ലൈബ്രറി എന്നത് ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഈ സാമ്പിളുകളൊക്കെ ശേഖരിച്ചത് മറ്റ് ബന്ധുക്കളുടെ രക്തസാമ്പിളുകളും കൂടി ശേഖരിച്ചത് പിന്നീട് മാച്ച് ചെയ്യാൻ കഴിയും. അതൊരു വളരെ എളുപ്പമുള്ളൊരു പ്രോസസ്സല്ല. പക്ഷേ അപ്പോൾ പോലും അത് പിന്നീട് അങ്ങോട്ടേക്ക് നടക്കും, അത് ഉറപ്പാക്കും എന്ന വാഗ്ദാനമുണ്ട്. അതങ്ങനെ നടക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അത് ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിലാണ്. ജീവിച്ചിരിക്കുന്നവരുമായി താരതമ്യം ചെയ്ത് മരിച്ചവരെ തിരിച്ചറിയാനുള്ള ഒരു സംവിധാനം എന്ന നിലയ്ക്കാണ് ഈ DNA പ്രൊഫൈൽ ലൈബ്രറി കൂടി ഒരുക്കാനുള്ളൊരു തീരുമാനമുള്ളത്. പിന്നീട് എപ്പോഴെങ്കിലും മുന്നോട്ട് പോകവേ, ഈ ദുരന്തത്തെ നമ്മൾ മറികടന്ന് മുന്നോട്ട് പോകവേ ആളുകൾക്ക് വളരെ വൈകിയാണെങ്കിൽ കൂടിയും തിരിച്ചറിയാനുള്ളൊരു സാധ്യത ലഭിക്കുന്നുണ്ട്. അതൊരു പക്ഷേ അവരുടെ ബന്ധുക്കൾക്ക് ഒരു ആശ്വാസമായി മാറും. അത് കുറെ കൂടി അങ്ങനെ ഒരു സംവിധാനം ഒരുക്കുക എന്നതുകൂടി ഒരു നീതിയാണ് എന്നതുകൂടി കാണേണ്ടതുണ്ട്. അത്തരം ക്രമീകരണങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായി തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒപ്പം ഇത്തരം കാര്യങ്ങളിൽ, അതായത് ഈ ദുരന്തത്തിൽ ഇങ്ങനെ തിരിച്ചറിയപ്പെടാതെ പോകുന്ന കാര്യത്തിൽ പ്രോട്ടോക്കോൾ ഉണ്ട്. ആ പ്രോട്ടോക്കോൾ കൃത്യമായി തന്നെ പാലിക്കേണ്ടതുണ്ട്. ഒപ്പം സമ്മതപത്രങ്ങൾ, ഉദാഹരണത്തിന് മറ്റ് പഞ്ചായത്ത് മാറിയുള്ള സംസ്കാരം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നോൺ ഒബ്ജക്ഷൻ NOC ആവശ്യമുണ്ട്. ഒപ്പം ഏതെങ്കിലും ഒരു സാധ്യത, അവസാനമായി തിരിച്ചറിയപ്പെടാൻ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ, ആ സാധ്യത ഏറ്റവും കുറഞ്ഞ അളവിൽ നിൽക്കുമ്പോൾ മാത്രമാണ് അത്തരം തീരുമാനം ബന്ധുക്കളുടെ അനുമതിയില്ലാതെയുള്ള സംസ്കാരത്തിലേക്ക് പോവുക. അതാണ് നമ്മുടെ നാട്ടിലുള്ള ഒരു രീതിയും പ്രോട്ടോക്കോളും നിയമവും. അതെല്ലാം പാലിക്കുന്നതിനും ഉറപ്പാക്കുന്നതിനുമാണ് സമയമെടുത്തത്. പക്ഷേ ഇനിയിപ്പോൾ സംസ്കാരം മൃതദേഹങ്ങളുടെ കാര്യത്തിൽ അധികം വൈകിക്കാൻ കഴിയില്ല എന്ന് മെഡിക്കൽ വിദഗ്ധരൊക്കെ നേരത്തെ തന്നെ ആരോഗ്യ വിഭാഗം തന്നെ അതുമായി ബന്ധപ്പെട്ട നിലപാട് വ്യക്തമാക്കിയിരുന്നു, അല്ലെങ്കിൽ അവരുടെ വിദഗ്ധാഭിപ്രായം വ്യക്തമാക്കിയിരുന്നതിൻ്റെ കാരണം പലതും ഈ പല മൃതശരീരങ്ങളും അഴുകിയ നിലയിലാണ്. ഇനിയും അത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് സർക്കാർ സംവിധാനങ്ങൾ കടന്നിരിക്കുന്നത്. അങ്ങനെ തിരിച്ചറിയാൻ പറ്റാത്ത മൃതദേഹങ്ങളാണ് ഇപ്പോൾ സംസ്കരിക്കാൻ പോകുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ മേപ്പാടിയിലേക്ക് CHCയിൽ നിന്ന് ആരംഭിച്ച ആംബുലൻസ് യാത്ര അത് ഇവിടേക്കെത്തും. ഒപ്പം തന്നെ ആ മൃതദേഹത്തിനുള്ള സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. മാത്രമല്ല സർവ്വമത പ്രാർത്ഥനയോടെയാണ് ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുക.